വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എക്സ്കാസ്റ്റ്. എക്സ്കാസ്റ്റ്. നമ്മളിപ്പോൾ കഴിഞ്ഞ റയൽ മാഡ്രിഡിൻ്റെ മാച്ച് സ്ക്രീൻ ചെയ്തിരുന്നു. റൗണ്ട് ഓഫ് 8 ഫസ്റ്റ് ലെഗ്. ഞാൻ ഒന്നല്ലെങ്കിൽ ആഴ്സണൽ ജയിക്കുമെന്ന് പറയാറ്. ഞാൻ നമ്മുടെ ഇതിനു മുമ്പ് വീഡിയോയിൽ 2-0 ആഴ്സണൽ ജയിക്കുമെന്ന് പറഞ്ഞു. ബട്ട് രണ്ടെണ്ണത്തിന് ജയിച്ചാലും സെക്കൻഡ് ലെഗിൽ സിമ്പിളായിട്ട് റയൽ 2-0 അടിച്ചിടും എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് 3 ഗോൾ അടിച്ച് 3 നൈസ് ഗോളുകളായിരുന്നു. പിന്നെ നല്ല ടീം പ്ലേ ആയിരുന്നു, നല്ല ബോൾ പൊസിഷൻ ഗെയിമിങ് നൈസായിരുന്നു ആഴ്സണലിൻ്റെ. അപ്പോൾ ഇവിടെ റയൽ മാഡ്രിഡ് ഫാനായ മുസ്താഖിൻ്റെ അടുത്ത് നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. സെക്കൻഡ് ലെഗിൽ എന്താവും, ഫസ്റ്റ് ലെഗിൽ എന്താണ് പറയാനുള്ളത്, തിരിച്ച് വരുമോ ഇല്ലയോ, ബെർണബ്യൂവിൽ എന്തൊക്കെയോ സംഭവിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. സോ മുസ്താഖ്, എന്താണ് ഫസ്റ്റത്തെ ആഴ്സണലായിട്ടുള്ള തോൽവിനെ കുറിച്ച് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇതിനു മുമ്പത്തെ നമ്മുടെ റൗണ്ട് ഓഫ് 16 ചാമ്പ്യൻസ് ലീഗിന് ശേഷമുള്ള റയൽ മാഡ്രിഡ് വേഴ്സസ് ആഴ്സണൽ എന്നുള്ള ആ ഒരു പോഡ്കാസ്റ്റ് എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കണ്ടവർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറഞ്ഞതെന്ന്. നീ ഉണ്ടായി. ഞാൻ പറഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റയൽ മാഡ്രിഡ് എപ്പോഴും കളിക്കുന്ന പോലെ ഒരു PSG സിറ്റിയോ പോലത്തെ ടീമല്ല ആഴ്സണൽ. ആഴ്സണൽ വളരെ അൺപ്രഡിക്റ്റബിൾ ആണെന്നൊരു ടീം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങനെ റയൽ കളിക്കും, റയൽ എങ്ങനെ ഇരിക്കും, ഇതിനെ സമീപിക്കണം എന്നുള്ളത് ഒരു ഐഡിയ ഉണ്ടാവില്ല. കാരണം ആഴ്സണലും അൺപ്രഡിക്റ്റബിൾ ആണ്. പിന്നെ ഇതിനു മുമ്പ് റയലും ആഴ്സണലും 3 തവണ കളിച്ചിട്ടുണ്ട്. 3 തവണ ആഴ്സണലാണ് ജയിച്ചേക്കണം. റയൽ ഇതുവരെ ആഴ്സണലിനെ പൊട്ടിച്ചിട്ടില്ല. അങ്ങനത്തെ ഒരു ഫാക്റ്റ് ഉണ്ട്. പിന്നെ എൻ്റെ അടുത്തൊരു സ്കോർ ലൈൻ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-1 റയൽ മാഡ്രിഡ് ജയിക്കണമെന്നാണ്. ജയിക്കൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നുണ്ട് ഫസ്റ്റ് ലെഗിൽ ആഴ്സണൽ ജയിക്കുള്ളൂ എന്ന്. ഇല്ലാന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ ആഴ്സണൽ ജയിക്കുമെന്ന് പറഞ്ഞാൽ അല്ല, ഞാൻ ആഴ്സണലിനെ ജയിക്കുമെന്നല്ലേ പറഞ്ഞത്. കാരണം എൻ്റെ ടീം നമുക്ക് എന്തോരം വേണമെങ്കിലും നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും, അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റും. പുറത്ത് ആരൊക്കെ കുറ്റം പറഞ്ഞാലും നമുക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ നമ്മുടെ ടീമിനെ, നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ളൂ. പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ കളി വളരെ മോശമാണ്. ഇഞ്ചറി പ്രോണാണ്. ഒരു ഫോർമേഷൻ ഇല്ല, ഒരു എന്താ പറയുക, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സിങ്ക് ഇല്ല. എല്ലാവരും തമ്മിൽ എന്താ സെൽഫിഷ് പ്ലേ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ പോലും ഒരു ലിങ്കപ്പ് പ്ലേ ഇല്ല അങ്ങോട്ട് നമ്മുടെ എല്ലാവരും തമ്മിൽ. ഇതിപ്പോൾ ആഷിഖ് പറഞ്ഞ പോലെ ഒരു 2 ഗോളിൻ്റെ വ്യത്യാസത്തിനാണ് ആഴ്സണൽ ജയിച്ചതെന്നുണ്ടെങ്കിൽ, ഒരു പക്ഷേ റയൽ മാഡ്രിഡിൻ്റെ ആ മെൻറ്റാലിറ്റിയും റയൽ മാഡ്രിഡിൻ്റെ ആ ഒരു കോറായിട്ടുള്ള ആ ഒരു ബിലീഫും എല്ലാം കാരണം കൊണ്ട് കടന്നു വന്നേന്, സെക്കൻഡ് ലെഗ് കംബാക്ക് നടത്തിയേന്. പക്ഷെ ഇതിപ്പോൾ 3 ഗോൾ അടിച്ച സ്ഥിതിക്ക് പ്രതീക്ഷകൾ വളരെ വളരെ കുറവാണ്. പക്ഷേ സ്റ്റിൽ ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ എനിക്ക് എൻ്റെ ക്ലബിനെ താഴ്ത്തി പറയാനോ കുറച്ച് പറയാനോ തിരിച്ചു വരില്ല എന്ന് പറയാനോ പറ്റില്ല. കാരണം റയൽ മാഡ്രിഡിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ചരിത്രവും പാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് ഇതേപോലത്തെ കംബാക്സ് നടത്തിയിട്ടുണ്ട്. എപ്പോഴേക്കും എല്ലാവരും ഈ പറഞ്ഞ പോലെ 99% അപ്പുറത്തെ ടീം ജയിക്കും, 1% റയൽ മാഡ്രിഡ് ജയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള അപ്പോഴൊക്കെ കംബാക്ക് നടത്തി തിരിച്ചു ഒരടുത്ത് നെക്സ്റ്റ് റൗണ്ടിലോട്ട് പോയിട്ടുണ്ട്, ഹേറ്റേഴ്സിൻ്റെ വായ അടുപ്പിച്ചിട്ടുണ്ട്. അതേപോലെ നടക്കട്ടെ. എന്താ പറയുക, ഒരു ഇതിലും എന്താ പറയുക, കംബാക്ക് കണ്ടുകളിൽ വെച്ച് ഏറ്റവും വലിയൊരു കംബാക്കായി മാറട്ടെ. 3-0 ആഴ്സണലിന് എത്തിഹാഡ് സ്റ്റേഡിയത്തിൽ വെച്ച്, എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ വെച്ച് റയലിനെ തോൽപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ 4-0 തിരിച്ച് ഞങ്ങൾക്ക് ബെർണബോയിൽ വെച്ച് തോൽപ്പിക്കാൻ പറ്റും, ഞങ്ങളെ വിരോധികളെല്ലാം വായടുപ്പിക്കാൻ പറ്റുമെന്നും സാധിക്കട്ടെ. ഫ്രീ കിക്ക് മാത്രം കൊടുക്കാൻ പാടില്ല. ഞാൻ പക്ഷേ സിമ്പിളായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറയാം. കോർട്ട് വെക്കാൻ ഫ്രീ കിക്ക് സേവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഗോൾ കീപ്പറിനെ സേവ് ചെയ്യാൻ പറ്റുമോ? ആരാണ്? ഡിഹിയ നിലവിൽ വേറൊരു ഫോമിലാണ്. ഞാൻ ചോദിച്ചത് കറന്റ്ലി അതാ പറഞ്ഞ വേറൊരു ഫോമിലാണെന്ന്. ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പൊ കറന്റ് ബെസ്റ്റ് ഗോൾ കീപ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ തോട്ടിലോട്ട് പോണ ഫസ്റ്റ് നെയ്മാരായിരിക്കും. ആര്? അല്ല, ജനറലി കോർട്ടു അല്ലേ? അലിസൺ എന്നാലും, അലിസൺ ആണെങ്കിലും എഡേഴ്സൺ ആണെങ്കിലും ഇപ്പൊ ഫോം ഔട്ടാണ്. വേറെ ഗോൾ കീപ്പേഴ്സ് എന്നാലും പൊതുവെ ആൾക്കാരുടെ മൈൻഡിലോട്ട് വന്നത് കോർട്ടുവയാണ് ഇപ്പോ. അപ്പോ അങ്ങനത്തെ ഒരു ഫസ്റ്റത്തെ ഡിക്ലാൻ റൈസിന്റെ ഫ്രീ കിക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുക. കാരണം ആ ഒരു ആംഗിളിൽ നിന്ന് അത് പ്രതീക്ഷിച്ചിട്ടില്ലാന്നിരിക്കുക. പക്ഷെ സെക്കൻഡ് ഫ്രീ കിക്ക് ഒന്നും ചെയ്യാനില്ല. കാരണം അത് ആ ടോപ്പ് കോർണർ, ആ ടോപ്പ് ബിന്ന് കോർട്ടൊക്കെ ഒന്നും ചെയ്യാനില്ല. അത്രക്കും പെർഫെക്റ്റ് ക്ലീൻ ഷോട്ടാണ്. റോബർട്ടോ കാർലോസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട്. പിന്നെ 3ാമത്തെ അടിയാണെങ്കിലും മൈക്കിൾ മെറീനെ ഫസ്റ്റ് ടച്ച് തന്നെ അങ്ങനെ ഒരു അടി അടിക്കുന്ന ഒരാളും പ്രതീക്ഷിക്കണില്ല. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്സണൽ ഔട്ട് പ്ലേ ചെയ്ത് റയലിനെ. എനിക്ക് ഇതിന്നിപ്പോ ഈ സെയിം മെന്റാലിറ്റി വെച്ച് സെക്കൻഡ് ലെഗിൽ പോയി കഴിഞ്ഞാൽ സെയിം റിസൾട്ട് തന്നെ വരുള്ളൂ ഒബ്വിയസ്ലി. പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ലെഗ് തന്നെ കമവിംഗ് ഇത്രയും ആക്റ്റീവായിട്ട് കളിച്ചത് കമവിംഗ് സെക്കൻഡ് ലെഗ് ഇല്ല.
ഇപ്പോൾ റയലിനെ കേസ് എടുത്ത് കഴിഞ്ഞാൽ റയൽ ഇതിനു മുമ്പ് പല കമ്പാക്കുകൾ നടത്തിയിട്ടുണ്ട് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ. പക്ഷെ അന്നൊക്കെ ആ ടീമിൽ ഗ്രൂപ്പ് ഓഫ് ലീഡേഴ്സ് ആയിരുന്നു ആ ടീമിൽ. ക്രിസ്ത്യാനോ, ബെൻസിമ, ബെയിൽ, റാമോസ്, കസിയാസ്, ക്രൂസ്, എടുത്തു പറയേണ്ട ഒരാളെന്ന് വെച്ചാൽ കാർവഹാൽ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ടീം ഓഫ് ലീഡേഴ്സ് അവർക്കുള്ള ഒരു മോട്ടിവേഷനും ഡിറ്റർമിനേഷനും ഇന്ന് കളിക്കുന്ന പിള്ളേർക്കില്ല. പ്ലെയേഴ്സാണ്, സൂപ്പർ സ്റ്റാർ പ്ലെയേഴ്സാണ്. പക്ഷേ എന്നാൽ പോലും ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ, ഇതിപ്പോൾ സിറ്റിക്കെതിരെയുള്ള മാച്ചിന് മുമ്പും നമ്മൾ ഇതേപോലെ തന്നെ പറഞ്ഞത്, ഈ പറഞ്ഞതുപോലെ റയലിന് കംബാക്ക് നടത്താൻ പറ്റുമോ ഇല്ല എന്നുള്ള ഡൗട്ട്സും കൺസേൺസും ഉണ്ടായി. പക്ഷേ അന്തസ്സായിട്ട് റയൽ കംബാക്ക് നടത്തി. എംബാപ്പയുടെ ആ ഒരു മാസ്മരിക പെർഫോമൻസിൽ റയൽ കംബാക്ക് നടത്തി. പക്ഷേ സിറ്റിയുടെ തന്നെ വൺ ഓഫ് ദി വേസ്റ്റ് സീസൺസിലാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റീനെ അടിക്കുന്നതും വൺ ഓഫ് ദി ബെസ്റ്റ് ഫോമിൽ നിൽക്കുന്ന ആർസണൽ അടിക്കുന്നതും നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ആകെപ്പാടുള്ള ആശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ കേസ് ഉണ്ട്, ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. റയലിന് കംബാക്ക് എടുത്ത ചരിത്രമുണ്ട്. എപ്പോഴൊക്കെ എല്ലാവരും തോക്കൂന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളിയിട്ടുണ്ടോ അന്നൊക്കെ റയൽ കംബാക്ക് നടത്തി ജയിക്കേണ്ട സ്ഥലത്ത് ജയിച്ച് ഈ പറഞ്ഞതുപോലെ ഹെയ്റ്റേഴ്സിൻ്റെ വായടപ്പിച്ചിട്ടുണ്ട്. അപ്പുറത്തുള്ള ടീം ആർസണലാണെങ്കിൽ എപ്പോഴൊക്കെ ജയിച്ച് എപ്പോഴൊക്കെ അടുത്ത റൗണ്ടിൽ എത്തി അല്ലെങ്കിൽ ഇപ്പോൾ കപ്പ് പൊക്കിയെന്ന് വിചാരിച്ചിട്ടുണ്ടോ അന്നൊക്കെ ബോട്ടിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അപ്പോഴും പറയാൻ പറ്റില്ല. കാരണം ആർസണൽ ബോട്ടിലേഴ്സാണ്, റയലാണെങ്കിൽ കംബാക്കിങ്സ് ആണ്. സോ എനിക്ക് എൻ്റെ ടീമിൽ ഈ പറഞ്ഞതുപോലെ വിശ്വാസം കുറവാണ്. എന്നാൽ പോലും ബെർണബൗ ഈസ് ദ ഗ്രൗണ്ട് ഓഫ് മിറക്കിൾസ്. മിറക്കിൾസ് ഹാപ്പൻ ചെയ്യട്ടെ, റയൽ മാഡ്രിഡ് ജയിക്കട്ടെ. എനിക്കെന്താ പറയാനുള്ള നടക്കൂല, ആഴ്സണൽ ജയിക്കും. അങ്ങനെ പറയല്ലേടാ. ആഴ്സണലിന്റെ ഹോമിൽ കളിച്ചതിന്റെ പകുതി കളിയെങ്കിലും ബെർണബൗ കളിച്ച ആഴ്സണൽ ജയിച്ചിരിക്കും. ഡിഫൻസ് കളിച്ചാൽ മതി, പിന്നെ മറ്റേ ബോൾ കൺട്രോൾ ചെയ്ത് കളിച്ചാൽ മതി, വേറെ ഒരു സീനും ഇല്ല. അത്യാവശ്യം പ്ലേയേഴ്സ് ഉണ്ട്. ഈവൻ ഒരു ഗോള് കയറി ഒരു 75 കഴിഞ്ഞ് സെക്കൻഡ് ഗോള് കയറിയാലും പിടിച്ചിരിക്കാം. എങ്ങനെ നോക്കിയാലും കഴിഞ്ഞ പ്രസിംഗ് വരെ മിഡിന്റെ ഇപ്പുറത്തേക്ക് പ്രസിംഗ് ഉണ്ടായിരുന്നില്ല, എല്ലാവരും പ്രശ്നം. പിന്നെ ആർസണലിന്റെ ബാക്ക് സെറ്റാണ്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗബ്രിയിൽ കഴിഞ്ഞ കളി ഉണ്ടായിരുന്നില്ല. ഗബ്രിയിൽ ഉണ്ടെങ്കിൽ ഒരു കോർണറെങ്കിലും ഗോൾ എറിയുന്നത്, ഒരെണ്ണം എക്സ്ട്രാ കിട്ടിയായിരുന്നു. സലീബ സെറ്റാണ്, അല്ലെങ്കിൽ ഡിക്ലാൻ റൈസ് സെറ്റാണ്. ടിംബർ ആണെങ്കിലും ആർസണലിന്റെ ബാക്ക് ലൈൻ സെറ്റ് ഫോർമിഡബിൾ ആണ്. റയൽ പക്ഷേ നമ്മളപ്പോഴും ചിന്തിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ആർസണലിന്റെ ബാക്ക് എത്തുന്ന സെറ്റ് ആയിക്കോട്ടെ, എടാ അപ്പുറത്തുള്ള ഫോർവേഡ് ലൈൻ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ പേപ്പറാണ് ഞാൻ പറയണത് ബെസ്റ്റ് ഫോർവേഡ് ലൈനപ്പാണ്. വിനീഷ്യസ്, എംബാപ്പെ, റോഡ്രിഗോ. അതിലും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓൺ പേപ്പർ ഫോർവേഡ് ലൈനപ്പ് ഏതാ? ഇല്ല. എന്നിട്ട് പോലും അങ്ങനെയുള്ള അത്രയും സ്കിൽഡ് ആയിട്ടുള്ള സൂപ്പർ സ്റ്റാർ പ്ലേയേഴ്സിന് ആർസണലിന് ഈ ഒരു ബാക്ക് പൊട്ടിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ അത് ആർസണലിൻ്റെ മിടുക്കല്ല, റയൽ മാഡ്രിഡിന്റെ കുറവാണ്. എന്തുകൊണ്ട് പറ്റുന്നില്ല? മിഡിൽ നിന്ന് ബോൾ ഇട്ട് കൊടുക്കാൻ ആളില്ല. ഇത്രയും നാളും ടോണി ക്രൂസ് എന്ന് പറഞ്ഞൊരു കളിക്കാരുണ്ട്, ആ ഒരൊറ്റ കളിക്കാരൻ മാറിയതുകൊണ്ട് ആ വിടവാണ്. ബെല്ലിംഗ്ഹാം ഒന്നും കൂടി ആ ഒരു AMF ആണ്, പ്ലേ മേക്കർ അല്ല. അപ്പോഴും പ്ലേ മേക്കർ അല്ലാണ്ടിരിക്കുമ്പോഴും ബാക്കിൽ നിന്ന് പിന്നെ പാസ് വരില്ല. ഒന്നെങ്കിൽ ബെല്ലിംഗ്ഹാം ബാക്കിലേക്ക് ഇറങ്ങണം, ബാക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഫ്രണ്ടിൽ ആളില്ല. അതാണ് വാൽവർദെ ആണെങ്കിൽ ബോക്സ് ടു ബോക്സ് ആണ്. RB ടേക്കനാണ്. കാരണം ആ അവസ്ഥ ഈ പറഞ്ഞ പോലെ കാർവഹാലിൽ അതിന് ആ വിങ് സീസൺ മൊത്തം പൊട്ടിക്കിടക്കണാണ്. വാസ്കസിനോടും വാസ്കസ് ഇഞ്ചറി ആവണം. മോഡ്രിച്ചിനെ കൊണ്ടാവണില്ല, പ്രായത്തിന്റെ ഒരു ഫാക്ടർ ഉണ്ട്. പിന്നെ കഴിഞ്ഞ കളി LB കളിച്ചത് ഡേവിഡ് ആൽബയാണ്. ഡേവിഡ് ആൽബ 4 വർഷത്തിന് ശേഷം LB കളിക്കണം. റയൽ ടീം ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു സംഭവിക്കാണ്ടിരിക്കട്ടെ. ട്രോഫി അതല്ല, ട്രോഫി അല്ല, അങ്ങനെയല്ല ഞാൻ പറയണേ. ട്രോഫിലെസ് ആയിട്ട് പോകാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളൂ. ഈ സീസൺ പോണ പോക്ക് വെച്ചിട്ട് അങ്ങനെ തോന്നണ. എനിക്കെന്തായാലും റയലിന്റെ ഞാൻ ബാഴ്സലോണ കൊണ്ട് എടുത്ത് കളിയാക്കുന്നതല്ല, എന്നാ ഞാൻ പറയാ കളി തോറ്റല്ലോ. കളി തോറ്റപ്പോൾ എന്തിനാ റീസൺ? ഞങ്ങൾക്ക് 15 ഉണ്ട്, ഞങ്ങൾക്ക് ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല. നമുക്ക് നമ്മുടെ എക്സ്കാസ്റ്റിൽ സ്റ്റോറീസ് റിപ്ലൈ തന്നെയാണ്. എന്തിനാണ് ഇതെന്നെ പറയുന്നത്? വേറെ എന്തൊക്കെ റീസൺസ്? ഒന്നിൽ സീസൺ കൊള്ളൂല എന്ന് പറയാ. ബാഴ്സലോണ കാരണം ഷാവി ഉണ്ടായപ്പോ ഫസ്റ്റ് സീസൺ കപ്പ് അടിച്ച് പിന്നെ ഉണ്ടായി ടീം ഷോക്കാരൻ അത് പറയാ. എന്തിനാണ് ഇപ്പാട് കാലത്ത് എന്ന് പറയല്ല, ഈ അടുത്ത് കപ്സ് ഉണ്ട്, ബട്ട് എന്തിനാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും? തോറ്റാ തോൽവി സമ്മതിക്കാം, ഓക്കെ ഞങ്ങൾ കളി ഷോക്കാരൻ തോറ്റു. എനിക്കതാ മനസ്സിലാകാത്ത. ഒന്നര ഞാൻ തോറ്റിന് അപ്പത്തെ കാര്യങ്ങൾ റീസൺസും ആക്കാം, അതല്ലെങ്കിൽ ആ ഒരു സീസണിലെ പറയാം. അല്ല, ഞാൻ പറഞ്ഞതാണ് ഈ പറഞ്ഞ പോലെ റയൽ തോറ്റതിന് കാരണം എന്ന് പറഞ്ഞാൽ ആഞ്ചലോട്ടിക്ക് പുതിയ ടൈപ്പ് കോച്ചസിനോട് വരുമ്പോൾ എങ്ങനെ കളിക്കണ്ടെന്ന് ഒരു ഐഡിയ കിട്ടണില്ല.
ന്യൂജൻ കോച്ചസിനോട് വരുമ്പോൾ ആൻസിലോട്ടി ഇപ്പോഴും ആൻസിലോട്ടിയുടെ പഴയ ആ ഒരു ഫോർമുലയിലോട്ട് സിക്കോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണെന്നല്ല പറയണേ, പക്ഷേ മാറ്റേണ്ട സമയത്ത് മാറ്റണം, പുതുക്കി ഇറക്കണം, അല്ലെങ്കിൽ വേറെ സംഭവങ്ങൾ ഇറക്കണം. അഡാപ്റ്റ് ചെയ്യണില്ല. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് റയൽ എങ്ങനെയായിരിക്കും ഇറങ്ങുക, റയൽ എങ്ങനെയായിരിക്കും കളിക്കുക. അതെല്ലാവർക്കും ഒരു നല്ല ഇത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. സോ വരുന്നോളും ഈ പറഞ്ഞതുപോലെ ആൻജിലോട്ടിക്ക് തന്നെ ഒരു പ്രശ്നമുള്ളൂ. ആൻജിലോട്ടി ഈ പറഞ്ഞതുപോലെ മാറ്റിയില്ലെങ്കിൽ, അഡാപ്റ്റ് ആയില്ലെങ്കിൽ അത് എന്താ പറയാ, മിക്കവാറും ഈ സീസൺ കഴിയുമ്പോൾ ആൻജിലോട്ടി ഉണ്ടാവില്ല. അല്ല അതാണ് സീസൺ ലീവ് പോകുന്നു പറഞ്ഞല്ലോ. ഇപ്പൊ അങ്ങനെ പറയണ നമ്മളപ്പോ ഇന്നത്തെ മെയിൻ ടോപ്പിക് ആയിരുന്നു റയൽ വേഴ്സസ് ആഴ്സണൽ. അതിപ്പോ പറഞ്ഞിട്ടുണ്ട് കംബാക്ക് എടുത്തു മുസ്താഖ് പറയുന്നത്. ഞാൻ പറയുന്നത് നടക്കില്ല. കംബാക്ക് നടത്തുമെന്ന് പറയാൻ കാരണം രണ്ട് തിങ്സ് ഉണ്ട്. ഒന്ന്, ആസ് എ ഫുട്ബോൾ ഫാൻ, ആസ് എ ജനറൽ ആസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ 99% എനിക്ക് തോന്നണില്ല റയൽ നടത്തുന്നു. പക്ഷേ ആസ് എ റയൽ മാഡ്രിഡ് ഫാൻ ഈ പറഞ്ഞതുപോലെ തല കൊണ്ട് ചിന്തിക്കാണ്ട് മനസ്സുകൊണ്ട് ചിന്തിച്ച് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ റയൽ മാഡ്രിഡ് ആണ്, സാന്റിയാഗോ ബെർണബോ ആണ്, ആഴ്സണലാണ്. കംബാക്സ് നടന്നിട്ടുണ്ട്, മിറാക്കിൾസ് നടത്തിയിട്ടുണ്ട്. തിരിച്ചു വരാൻ പറ്റണ ഒരു ടീം ഈ ലോകത്തിലുണ്ടെങ്കിൽ അത് അവർ മാത്രമാണ്. അതേപോലെ തന്നെ 3 ഗോളിൻ്റെ ഒരു ലീഡ് കളയാൻ പറ്റിയൊരു ടീം ഉണ്ടെങ്കിൽ അത് ആഴ്സണൽ മാത്രമാണ്. മനസ്സുകൊണ്ട് റയൽ ജയിക്കും എന്നുള്ളൊരു വിശ്വാസം ഉറപ്പുണ്ട്. പക്ഷെ തല കൊണ്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിട്ട് തോന്നുന്നുണ്ട്. അതെ, വിശ്വാസം രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞ മനസ്സുമില്ല തലയില്ല, ജയിക്കാൻ പോണില്ല. ആഴ്സണൽ ജയിക്കും. എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ലെഗിൽ കിട്ടുമെന്ന് തോന്നുന്നത്. ഫസ്റ്റ് ഓൾറെഡി കിട്ടിയ തീർന്ന്, ഓൾറെഡി തീർന്ന് കിടക്കാണ്. ജയിക്കൂല, റയൽ ജയിക്കൂല. ആദ്യമേ ഒരു നാഷണൽ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ വിക്കറ്റ് വരുന്നു, പിന്നെ വേറെ വർത്താനുമില്ല. ഒക്കോ ലിവർപൂളിനെ പറഞ്ഞോട്ട് ഞങ്ങളെല്ലാം പറഞ്ഞോടാ. അല്ല പക്ഷേ അപ്പോഴും ഞാനതാ പറയണേ, ഈ പറഞ്ഞ PSG ആ സമയത്ത് അത്യാവശ്യം നല്ല ടീമായിരുന്നു. ബാഴ്സലോണ അതേപോലത്തെ ഒരു മാസ്മരിക ടീമായിരുന്നു. PSG-നെതിരെ ബാഴ്സലോണക്ക് അങ്ങനത്തെ ഒരു കംബാക്ക് നടത്താൻ പറ്റൂന്നുണ്ടെങ്കിൽ ആഴ്സണലിനെതിരെ റയൽ മാഡ്രിഡിന് നടത്താം. അതൊന്നും ഇവിടെ പറയണിപ്പോ നിങ്ങക്ക് തന്നെ കൊറേ ഉണ്ടല്ലോ കംബാക്ക്. ഉണ്ട്. ഈ ആർസണലും അല്ല, ബാഴ്സലോണ നടത്തിയ കംബാക്കാണ് ഒറ്റ. റയൽ മാഡ്രിഡ് ലെഗ്സ് ആയിട്ടാണ് കംബാക്ക് എടുത്തേക്കണത്. സിംഗിൾ മാച്ചിൽ നടത്തിയ ഏറ്റവും വലിയ കംബാക്ക് എന്ന് പറയുന്നത് ആൾക്കാർ പൊതുവെ ബാഴ്സലോണ നടത്തിയ കംബാക്ക് ആണല്ലോ PSG-ക്കെതിരെ. അപ്പോ ഞാൻ ജസ്റ്റ് ഒരു ജനറൽ ആയിട്ട് ഒരു എന്താ പറയുക, ഒരു ഉദാഹരണം പോലെ എടുത്തിട്ടതാ ബാഴ്സലോണ. അല്ല എടാ നിക്ക്, ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ബാഴ്സലോണയിൽ ഉണ്ടായ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മെസ്സി, നെയ്മർ, സ്വാരസ്. അത്രക്കും അടിപൊളി മാസ് ഫോർവേഡ് ആയിരുന്നു. PSG ടീമാണെങ്കിൽ മോശമല്ല. കവാനി ഉണ്ട്, ഇബ്രാഹിമോവിക് ഉണ്ട്, തിയാഗോ സിൽവ ഉണ്ട്. അത്രക്കും കലക്കൻ ടീമായിരുന്നു PSG. ആ PSG പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ആഴ്സണലും. ഒരു നല്ല ക്ലാസ് ടീമാണ്. റയൽ മാഡ്രിഡ് എടുത്താലും അന്നത്തെ MSN പോലത്തെ തന്നെ ഒരു കലക്കം ഫോർവേഡ് ലൈനപ്പ് ഉണ്ട്. അപ്പോൾ കണക്ട് ചെയ്ത് ജസ്റ്റ് പറയുമ്പോൾ കംബാക്ക് നടത്തണമെന്നെങ്കിലും നടത്താം. ഫോർവേഡ് മാത്രമേ ഉള്ളൂ, അതാണ് പ്രശ്നം. റയലിനുള്ള സമയം അതിക്രമിച്ചു, ഇതിനുള്ളതൊക്കെ ഉള്ളൂ. അപ്പോ ഒന്നല്ലേ തോറ്റ ഞാൻ ഏറി കയറും, ജയിച്ച നീ ബാനോളം ഉയരും. നടക്കാൻ പോണില്ല, ഉറപ്പാണ് റയൽ ജയിക്കുമല്ലോ. കേട്ടിട്ടുണ്ട് ഡെക്ലാന്റെ ഫസ്റ്റ് ഫ്രീ കിക്ക്, ദോസ് രണ്ടാമത്തെ ഫ്രീ കിക്ക്, ത്രേസ് ഇത്ര മറ്റേ മെറീനാണ് ചോറുന്നുള്ള കടക്ക് പുറത്ത്. ഞാൻ അടുത്തത് അല്ല 10 കൊല്ലം മുമ്പ് കപ്പടിച്ചു തുറക്കും, പിന്നെ 3 തോക്കുമ്പോ എന്തെങ്കിലും പറയാ. 10 കൊല്ലം മുമ്പ് ലാസ്റ്റ് ആയിട്ട് ഒരു ടീം കപ്പൊക്കെ അടിച്ചിട്ട് 10 കൊല്ലം പോയി. അപ്പൊ റയലിന്റെ അതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ 10 കൊല്ലം അടുപ്പിച്ചിട്ട് തോറ്റാലും ഞാൻ കുഴപ്പമില്ല. കഥയാണ് ഇവർക്ക്. അപ്പൊ റയലിന്റെ കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു പ്രൊഡിക്ഷൻ പറഞ്ഞു എന്തായിരിക്കും എന്നുള്ളത്. സ്കോർ ലൈനാ, മാച്ചാ, നിന്റെ ഒരു ചെറിയൊരു കളി ചിലപ്പോ 2-1 അല്ലെങ്കിൽ 3-1 റയൽ ജയിക്കും. പക്ഷെ ആഴ്സണലാണ് അഗ്രിഗേറ്റിൽ ജയിക്കും. 3-1 ഡ്രോ ആവുള്ളൂ. സെക്കൻഡ് ലെഗ് ഡ്രോ ഇല്ല, ഗോള് കയറും. അത് ഒരു 1-1, 2-2. ഞാൻ പറഞ്ഞു 3-1 റയൽ ജയിക്കും. പക്ഷെ 4-3 ടോട്ടല് ആഴ്സണല്. ഞാൻ ഒന്നും പറയണില്ല. കംബാക്കിന്റെ ആളല്ലടാ, പ്രഡിക്റ്റ്. മനസ്സും തല ശരീരമൊന്നുമില്ല, ഒറ്റൊരു സ്കോർ. ഒറ്റ സ്കോർ 5-1. അന്നത്തെ പോലെ അല്ല, റെമോണ്ടാട് നടന്നാൽ പിന്നെ മിണ്ടാൻ പറ്റില്ല. ഓക്കെ, കഴിഞ്ഞു റയൽ കഴിഞ്ഞ പിന്നെ ഒബിയസ്ലി അടുത്ത ബെസ്റ്റ് ടീം FC ബാഴ്സലോണ. അത് നിങ്ങൾ മിണ്ടാണ്ട് ഞങ്ങൾ പറയട്ടെ, ആവശ്യക്കാർക്ക് മനസ്സിലാവും. ഫസ്റ്റ്
അംഗീകരിക്കോ? നടക്കുന്നേക്കാൾ മുമ്പ് അല്ല നിക്ക് അംഗീകരിക്കോ റോമിലെ പറയാൻ പറ്റില്ല. ഞാൻ റോമിൽ പറയാൻ അല്ല റയല് കഴിഞ്ഞാൽ ബെസ്റ്റ് ടീം എങ്ങനെ ബാഴ്സലോണയാണ്? റയല് കഴിഞ്ഞാന്ന് പറഞ്ഞാൽ ഇപ്പത്തെ ടോപ്പിക്കില് ഫസ്റ്റ് ടോപ്പിക്ക് റയലായിരുന്നു. അങ്ങനെ പറ. അപ്പൊ ഓക്കെ. അപ്പൊ അടുത്ത ടോപ്പിക്കിലേക്ക് നമ്മൾ അല്ല 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 റയല് കഴിഞ്ഞാൽ ഇപ്പോഴും വേറെ ടീമുണ്ട്. ചരിത്രം ആണോ? അല്ല ബയൺ മ്യൂണിക് ബാഴ്സലോണയെക്കാളും ചാമ്പ്യൻസ് ലീഗ് ബയൺ ഉണ്ട്. ചാമ്പ്യൻസ് ലീഗ് എനിക്ക് മനസ്സിലാവാത്ത ഈ ചാമ്പ്യൻസ് ലീഗ് പറഞ്ഞ എനിക്ക് എന്തോ മനസ്സിലാവാ. ഇല്ലാത്തവർക്കല്ലേ മനസ്സിലാവും. അന്ന് വിട് റയലിന്റെ കളി അന്ന് തന്നെ നടന്ന കളി എന്ന് പറയുന്നത് ഇന്റർ മിലാനും ബയൺ മ്യൂണിച്ച്. അത് പറയാം നമുക്ക് ഇപ്പൊ. ഇല്ല അത് പറ്റില്ല. ഇല്ല നിക്ക് അവൻ പറഞ്ഞല്ലേ നിക്ക് നിലവില് ഏറ്റവും ഫോമിലായിട്ടുള്ള ബെസ്റ്റ് ടീം ഓക്കെ പറഞ്ഞോ അത് ബാഴ്സലോണയാണ്. നീ പറ. കഴിഞ്ഞ പോഡ്കാസ്റ്റിൽ ഞാൻ പറഞ്ഞായിരുന്നു ബാഴ്സ വേഴ്സസ് ബയൺ അല്ല ഡോർട്ട്മുണ്ട് സിമ്പിൾ ആയിട്ട് ബാഴ്സ 3 അല്ലെങ്കിൽ 4 ഫസ്റ്റ് ലെഗിൽ ഷുവർ ആയിട്ട് അടിക്കുന്നുള്ളൂ. എല്ലാവരും പറഞ്ഞു. സിംപ്ലി അത് തന്നെ സെയിം നടന്നു. 4 അടിച്ചു. സെക്കൻഡ് ലെഗിലും ഞാൻ ക്ലീൻ ഷീറ്റായിരുന്നു പറഞ്ഞ. ടോട്ടൽ ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും കൂട്ടി 5 ഗോളായിരുന്നു പറഞ്ഞത്. ഓൾറെഡി 4 അടിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ലെഗിലും 2-0 6 അല്ലെങ്കിൽ 1-0 5-0 ബാഴ്സ സിമ്പിളായിട്ട് പിന്നെ ജയിക്കും. സിമ്പിൾ വിന്നാണ് അടുത്തിലേക്ക്, അതിലൊന്നും പറയാനില്ല. ഇത് പിന്നെ അധികം ടോപ്പിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് അറിയാം എന്താണ് ഗെയിം പ്ലേ. ഈവൻ 4 അധികം കൂടുതൽ കേരള കുറെ ചാൻസസ് ഉണ്ടായി ബാഴ്സക്ക്, പക്ഷെ 4 നിന്നു. അടുത്തതിലും ഞാൻ ക്ലീൻ ഷീറ്റ് ആണ് പറയുന്നത്. പക്ഷെ ക്ലീൻ ഷീറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഡോർട്ട്മുണ്ട് എന്ന് പറയുന്ന ടീം എന്ന് പറയുന്നത് ചില ടൈമിൽ ഒരുമാതിരി ചില ടൈമാണ് നോക്കിയാലും എന്ത് ടൈമാണെന്നെങ്കിലും ബാഴ്സയുടെ ടൈം ഉണ്ടല്ലോ ഹൈ ടൈമാണ്. അതുകൊണ്ട് തന്നെ ഡോർട്ട്മുണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും പറഞ്ഞില്ലേ ഡോർട്ട്മുണ്ട് ജയിക്കുന്നല്ല ഞാൻ പറഞ്ഞേ. അവൻ പറഞ്ഞ ഓൺ പേപ്പറിൽ ഏറ്റവും ടോപ്പ് ടീം റയലാണ്, പക്ഷെ പേപ്പർ വൈസ് അല്ലാണ്ട് നോക്കുമ്പോൾ ബെസ്റ്റ് ഫോർവേഡ് നോക്കി കഴിഞ്ഞാലും യമാൽ ആയിക്കോട്ടെ, ലെവൻഡോസ്കി ആയിക്കോട്ടെ, റഫീനി ആയിക്കോട്ടെ. സോ ക്ലീൻ ഷീറ്റ് നോക്കുമ്പോൾ പോസിബിൾ ആണ്. 99% പോസിബിൾ ആണ്. ചർച്ചയുടെ ആവശ്യമില്ല. ബാഴ്സ തന്നെയാണ് അടുത്ത ലെഗ് ജയിക്കുള്ളൂ. പ്രഡിക്ഷൻ പറഞ്ഞു 1-0 2-0. എന്നാലും സ്കോർ ലൈൻ വെറുതെ ഒരു ഭംഗിക്ക്. ക്ലീൻ ഷീറ്റ് അന്ന് പറഞ്ഞിട്ട് 5-0 അല്ലെങ്കിൽ 6-0. ബാഴ്സല കഴിഞ്ഞ് ഡോർട്ട്മുണ്ട് ഹോമിൽ നിയാസ്കയുടെ സ്കോർ ലൈൻ 3-2 ബാഴ്സ ജയിക്കും. 3-0 ബാഴ്സ. കാരണം വേറെ വർത്താനമില്ല ഇതിന്റെ അകത്ത്. ഡോർട്ട്മുണ്ടിനെ കൊണ്ട് കൂട്ടിയാ കൂടൂല. ടീമില്ല, മെന്റാലിറ്റിയിൽ ഒരു പിണ്ണാക്കൂല. ബാഴ്സ ആണെങ്കിൽ എന്താ പറയാ ഫ്ലൈങ് ഹൈ ആണ്. അടുത്ത മാച്ച് നമുക്ക് ഇന്റർ വേഴ്സസ് ബയൺ പിടിക്കാന്ന. ഇന്റർ മിലാൻ വേഴ്സസ് ബയൺ മ്യൂണിക്. എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായ? ഫസ്റ്റ് കളി ബയണിന്റെ ഹോമിലായിരുന്നു. 2-1 ജയിച്ചു. അതില് എനിക്ക് തോന്നുന്നു വിന്നർ അടിച്ച ഫ്രാക്ടീസി അല്ലേ? ഫ്രറ്റീസി. അത് ഒരു സാമ്യമുള്ള മറ്റേ സാധനം കാണിക്കുന്നുണ്ടായി. ഇതിനു മുമ്പ് ഡിയേഗോ മിലിറ്റോ ആണോ ഒരു ഇറ്റാലിയൻ പ്ലെയർ ഇതേപോലെ തന്നെ ജർമ്മൻ സൈഡിനെതിരെ അടിച്ചിട്ട് ഇതേ സെയിം സെലിബ്രേഷൻ ആയിരുന്നു. ഫ്രറ്റീസിയുടെ ആണെങ്കിലും ഫ്രറ്റീസിയുടെ ആ ഗോൾ സെലിബ്രേഷൻ ഇതുണ്ടായിരുന്നു. അവന്റെ ഗ്രാൻഡ് ഫാദർ ആണെന്ന് തോന്നുന്നു കളിയുടെ ഇടയിലും മരണപ്പെട്ടു. അത് പുള്ളി കളിക്കിടയിലാണ് അത് അറിഞ്ഞത്. ഒരു ഇമോഷൻ. പക്ഷേ ഇപ്പൊ ബയൺ മ്യൂണിക്ക് കളിയെടുത്താലും ഇന്റർ മിലാൻ കളിയെടുത്താലും ഞാൻ ബയൺ കയറുന്നാ പറഞ്ഞു, അല്ല ഇന്റർ കയറുന്നാ പറഞ്ഞു, നീ ബയൺ കയറുന്നാ പറഞ്ഞു. അതുപോലെ തന്നെ സുഫർ പറഞ്ഞതും ബയണായിരുന്നു. നീ ഉണ്ടായില്ല, നിന്നെ ഒഴിവാക്കിയേക്കണായിരുന്നു കുറച്ച് നാളത്തേക്ക്. ഞാൻ ഫസ്റ്റ് ആദ്യമേ ഇന്റർ കയറുന്നു പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ബയൺ സീസൺ കൺസിസ്റ്റന്റ് ഒന്നുമല്ല. വിൻസെന്റ് കമ്പനിയുടെ കീഴില് കുറെ ബുണ്ടസ് ലീഗിലെ ടീമുകൾ ഇപ്പൊ നമുക്കറിയാം. ഇത്രയും ടീമുകളുള്ളൂ. ഒരു നല്ല കോച്ച് വന്നു കഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ടീം വെച്ച് ആരെ വേണമെങ്കിലും അടിക്കാമെന്ന്. അപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിൽ ബയൺ അത്ര വലിയ മാസ്മരിക പ്രകടനം നടത്തില്ല. ബാഴ്സേനെ ബാഴ്സക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാഴ്സ വെട്ടിയാൻ പകരം വീട്ടിയത്. അതുകൊണ്ട് തന്നെ ബാഴ്സയും ബയണും സെമി വന്നു കഴിഞ്ഞാൽ ബാഴ്സ പാട്ടും പാടി ഒന്നും കൂടി ജയിക്കുകയും ചെയ്യും. ബാഴ്സക്ക് ഒരു ടഫ് കോമ്പറ്റീഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇന്റർ മിലാൻ തന്നെ വന്നു. കാരണം ഡിഫൻസീവ് വൈസ് ഇന്റർ ടോപ്പാണ്. റിവെഞ്ച് അല്ല ഇപ്പോ എന്താ പറയാ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനെ കേസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ വേൾഡ്സിലെ ബെസ്റ്റ് ഡിഫൻഡർ ആരെന്ന് വെച്ചാൽ പ്രോബബ്ലി ഇപ്പൊ എല്ലാവരും പറയണ പേര് വില്യം സലീബ ആയിരിക്കും. പക്ഷേ ബാസ്റ്റോണി ആ ബ്രാക്കറ്റിൽ പെടും. അണ്ടർ റേറ്റഡ് ആയി പോയി ബാസ്റ്റോണി ഇറ്റാലിയൻ കളിക്കണോണ്ട്.
ഭയങ്കരമായിട്ട്. അതേപോലെ തന്നെ ഒരു മിഡ്ഫീൽഡറാണ് ബറല്ലയും ബാസ്റ്റോണിയും വളരെ അണ്ടർ റേറ്റഡ് ആണ്. എന്നാ അടിപൊളി പ്ലേയേഴ്സ് ആണ്. അതുപോലെ തന്നെ ഇന്റർലുണ്ട് ഡിമാർക്കോ കല്ലക്കൻ ലെഫ്റ്റ് ബാക്കാ. അതും ഈ പറഞ്ഞതുപോലെ ഒരു ഇറ്റാലിയൻ പ്ലെയർ ആയതുകൊണ്ടാണ് നീ എടുത്തു പറഞ്ഞത്. എടാ പിന്നെ ഇംഗ്ലീഷ് പ്ലെയർ ആണെങ്കിൽ അല്ല ലൗട്ടോറോ മാർട്ടിൻസിന്റെ കേസ് എടുത്തു. കിട്ടേണ്ട ആ ഒരു ഹൈപ്പും കിട്ടേണ്ട ആ ഒരു റെക്കഗ്നീഷനും റെസ്പെക്റ്റും കിട്ടണുണ്ടോ? ഇല്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലിനിക്കൽ സ്ട്രൈക്കേഴ്സ് ആണ്, പക്ഷെ എന്നിട്ടും കിട്ടണില്ല. സോ അതും എടുത്ത് പറയേണ്ട കേസ് തന്നെയാണ്. പക്ഷെ എന്തോ ആയിക്കോട്ടെ, ബയോൺ ഒരിക്കലും കമ്പാക്ക് എടുത്തൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്റർ ഒരു 2-0 ജയിക്കും സെക്കൻഡ് ലെഗ്. സെമി ബാഴ്സലോണ വേഴ്സസ് ഇന്റർ മിലാൻ ആയിരിക്കും. ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാവില്ല. ജസ്റ്റ് 1-0 അല്ലെങ്കിൽ 2-1 അങ്ങനത്തെ ഇതിലേക്ക് തന്നെ ഇന്റർ ജയിക്കുള്ളൂ. ഹെവി ഡിഫറൻസ് വരാൻ ചാൻസ് കുറവാണ്. ഞാനും 1-0 ഇന്റർ ജയിക്കും ഹോമില് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ പറഞ്ഞ ബയൺ കയറിയാലും ബയണിനെ കുട്ടുപോയി അടിക്കില്ല, പക്ഷെ ജയിക്കും ബയണായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷെ പല നമ്മൾ ഇപ്പോൾ ബാഴ്സ ഓരോന്ന് തീർത്ത് വലിയ കടങ്ങളാണെങ്കിലും റയലിന് കുറച്ച് കൊടുത്ത്, പിന്നെ ആർക്ക് കൊടുത്ത് ബയണ് കൊടുത്ത്, പിന്നുള്ള ലിവർപൂൾ അപ്പുറം സൈഡ്, പക്ഷെ ലിവർപൂൾ കിട്ടിയില്ല. പിന്നെ PSG അപ്പുറം ഉണ്ട്, അതിപ്പോ അപ്പുറം സൈഡിൽ അതിപ്പോ എത്താറായിട്ടില്ല, ഫൈനൽ മാത്രമേ. പിന്നുള്ളത് കടന്നൊന്നും പറയാൻ പറ്റില്ല. ബട്ട് ഇന്ററും ബാഴ്സയും കളി ഉണ്ടായിരുന്നപ്പോ ബാസ്റ്റോണി ഒരു പിക്ക് ഇട്ടായിരുന്നു, ഗവീനെ വലിച്ചുകൊണ്ട് പോകുന്നത്. ഗാവിനെ സോറി, അവനിപ്പോഴും ഗവീന്ന് എത്തിയിട്ടില്ല. ഞാൻ ഇപ്പൊ ഗവീനെ പറയാറുള്ളൂ. അത് എനിക്കത് നല്ല രീതിക്ക് കൊണ്ടുവരുന്നു. അതിലുള്ളത് ബാഴ്സയുടെ ഫസ്റ്റ് ലെഗില് ബാഴ്സ മിനിമം 2-3 അടിച്ചിരിക്കുമ്പോൾ ഗാവി ഫസ്റ്റ് ഇറങ്ങലില്ല, ബട്ട് ഹാഫ് ടൈമിൽ ഇറക്കി കൊടുക്കും. ഹൈലൈൻ ഡിഫൻസ് പൊട്ടിക്കാൻ പറ്റണമെങ്കിൽ അത് ഏറ്റവും പറ്റിയ ടീം ഇന്റർ നടക്കില്ല. ആ ഒരു 2 സ്ട്രൈക്കർ ഫോർമേഷനിൽ വെച്ച് ഇന്ററിന്റെ കളി അങ്ങനെയാണ്. 3 മാൻ ഡിഫൻസ്, 2 വിങ്, ഡിമാർക്കോ ആൻഡ് ഡംഫ്രീസ് ആണ്. 3-5-2 ഫോർമേഷനാണ് കളിക്കണ. ഇന്റർ മിലാനിലെ ഫോം വെച്ചും ബാഴ്സയുടെ ഫോം വെച്ച് കമ്പയർ ചെയ്താൽ നടക്കും. അല്ല, അത് നമുക്ക് സെമി എത്തിയിട്ട് നമുക്ക് തർക്കിക്കാം. ഇപ്പോഴേ വെറുതെ പറയാൻ നിൽക്കണ്ട, അത് വിട്. വേറെ 2 കളികളുണ്ടായി, 1-0 ഇന്റർ ജയിക്കും. പിന്നുള്ളത് PSG ആൻഡ് ആസ്റ്റൺ വില്ല. യെസ്, അത് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ ഫ്രാൻസില് മീ മാർട്ടിനസ് പോയപ്പോ ഫസ്റ്റ് ഗോൾ അടിച്ചപ്പോ ഫസ്റ്റ് 1-0 ജയിക്കാറെങ്കിൽ ചിലപ്പോ ഹോമിലും ചിലപ്പോൾ എന്തെങ്കിലും തട്ടിയും കുട്ടി എന്തെങ്കിലും കാണിക്കാറ്. പക്ഷെ 3-1 PSG ജയിച്ചു. ഇനി തോന്നല്ല 2 സംഭവമുണ്ട്. ഒന്ന്, ഇപ്പോൾ നമ്മ ഏറ്റവും ഫോമിലുള്ള ടീം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും പറയണത് ബാഴ്സലോണ ആയിരിക്കും. പക്ഷെ ഏറ്റവും രസമുള്ള കളി ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ PSG-യുടെയാണ്. അത് PSG-യുടെ കളിയാണ് അവർക്ക് മനസ്സിലാവും. അത്രക്കും ഫ്ലൂയിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത്രക്കും സിങ്ക്, അത്രക്കും ഫോർമേഷൻ വൈസ് ആണെങ്കിലും പ്ലേയേഴ്സ് വൈസ് ആണെങ്കിലും എനിക്ക് സത്യം പറഞ്ഞിട്ടല്ല കാണുമ്പോൾ കുതിയാവും. ഈ പറഞ്ഞ വിറ്റീനാണെങ്കിലും ജാവനോസ് ആണെങ്കിലും ഇവന്മാർ 2 പോർച്ചുഗലിന് വേണ്ടി കളിക്കണമാരാണ്. ഇവന്മാർ എന്തുകൊണ്ട് പോർച്ചുഗലിന് വേണ്ടി കളിക്കുമ്പോൾ ആ കളി കളിക്കുന്നത്? കാരണം ഫാബിയൻ റൂസിനേക്കാളും നല്ല മിഡ്ഫീൽഡറും കൂടി ഉണ്ട്, ബ്രൂണോ ഉണ്ട്, ബെർണാഡും ഉണ്ട്. പക്ഷെ ഫാബിയൻ റൂസിന്റെ കൂടെ PSG കളിക്കണ ഒരു മിഡ്ഫീൽഡിന്റെ കളി ഇവന്മാർക്ക് പോർച്ചുഗലിന് വേണ്ടി കളിക്കാൻ പറ്റുള്ള. അല്ല, അവിടെയാണ് അപ്പോൾ കോച്ചിന്റെ വ്യത്യാസം മനസ്സിലാക്കണം. ലൂയിസ് എൻറിക്കയും ഈ പറഞ്ഞ റോബർട്ടോ മാർട്ടിനസും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ക്വാട്സ്വാഡ് ആണെങ്കിലും ഡെമ്പലെ ആണെങ്കിലും ഇപ്പോൾ നടുക്ക് കളിക്കണ ഈ പറഞ്ഞ പോലെ ഡിയോർ ആണെങ്കിലും ആര് വന്നാലും ഒരു മാർക്ക് ചെയ്യാൻ പറ്റൂല പ്ലേയേഴ്സിന്. കാരണം ഇപ്പൊ കാണാനായിരിക്കില്ല പിന്നെ അവിടെ അപ്പുറം കളിക്കുന്നത്. പിന്നുള്ള കേസ് എന്ന് പറഞ്ഞാൽ ഡെമ്പലക്കാണെങ്കിലും വീക്ക് ഫുട്ടില്ല, ക്വാട്സ്വാഡക്കാണെങ്കിലും വീക്ക് ഫുട്ടില്ല, ഇവന്മാർ 2 പേരും. സോ PSG-യുടെ ആ ഒരു കളി ഞാൻ ഒരു വൈൽഡ് പ്രൊഡിക്ഷൻ നടത്തിയിട്ടുണ്ട് 2025 തുടക്കം തന്നെ. PSG അല്ലെങ്കിൽ ആഴ്സണൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കുമെന്ന്. പോണ പോക്കിന് എനിക്ക് അതേപോലെ തന്നെ തോന്നണം. മറ്റേ ഫസ്റ്റ് ഗോൾ എമി മാർട്ടിൻസിനുള്ള ഡൂയിയുടെ ഗോള് ടോപ്പ് സാധനം. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഇല്ല, അവൻ പ്രസ് മീറ്റിൽ നേരത്തെ പറഞ്ഞായിരുന്നു ഗോൾ അടിക്കുന്നു. അവനിപ്പോ കൊറേ കമ്പാരിസൺ ഉണ്ട് നെയ്മറായിട്ട്. കാരണം കുറച്ച് സാമ്യതയുള്ള കളികളുണ്ട്, കട്ട്സ്, ഡ്രിബിളിങ് എല്ലാം വളർന്നു തന്നെ ഒരു നെയ്മർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കൊറേ നെയ്മേഴ്സിനെ വളർന്നു വന്നിട്ട് പോകുന്നുണ്ട്, വരുന്നതാ കാണുന്നുള്ളൂ. PSG എന്താ പറയാ, ഈ സീസൺ അല്ലെങ്കിൽ അടുത്ത സീസൺ ഇട്ടുണ്ടല്ലോ ഒന്നും കൂടി സെറ്റ് ആവുന്ന എനിക്ക് തോന്നുന്നത്. ലീഗ് വണ്ണില് ഓൾറെഡി ചാമ്പ്യൻസ് ആയി.
അത് ഏറ്റവും ബെസ്റ്റ് ഫോം. പിന്നെ PSG വന്ന കമ്പാരിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെയ്മർ ഉണ്ടായപ്പോൾ നടന്നില്ല, എംബാപ്പെ ഉണ്ടായപ്പോൾ നടന്നില്ല, മെസ്സി ഉണ്ടായപ്പോൾ നടന്നില്ല, ഇവർ മൂന്നുപേരും ഒരുമിച്ച് ഉണ്ടായപ്പോൾ നടന്നില്ല. ആ പിന്നെ എംബാപ്പെ റയലോട്ട് വന്നത് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ. അന്ന് ഇപ്പോൾ PSG റയലിനേക്കാളും കൂടുതൽ ചാൻസ് ചാമ്പ്യൻസ് ലീഗ് അടിക്കാനായിട്ട്. ഒന്ന് ആലോചിക്കുക മറ്റേ സിനേറിയോ. എംബാപ്പെ ഉണ്ട്, വിനിഷ്യസ് ഉണ്ട്, ഹാളൻഡ് ഉണ്ട്, ഇവരാരും അടിക്കാണ്ട് റഫീനെ ബാലൻഡോർ അടിക്കണ കേസ്. സല ഉണ്ടായി. ഇപ്പൊ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പ്ലെയർ ബാലൻഡോർ അടിക്കാൻ റഫീനിയാണ്. പക്ഷെ ഡെമ്പല ലീഗ് വണ്ണി കളിക്കുന്ന. പിന്നെ വേറൊരു പ്ലെയർ ഉണ്ട് ആരും പറയാത്ത, ഹാരി കെയ്ൻ. അത്രയും ഗോൾ ലെവൻഡോസ്കി അല്ലേ? ഇല്ല. പക്ഷെ മെയിൻ റീസൺ കൂടുതലും കുറച്ചും കൂടി അങ്ങനെയാണ് ഇപ്പൊ ഹാരിക്കൻ ടാപ്പിംഗ് തന്നെയല്ല. ഹാരിക്കന്റെ ഞാൻ ഗോൾസ് കണ്ടിട്ടില്ല. ബോൾ പ്ലെയർ ഉണ്ട് ഹാരി കെയ്ൻ. രണ്ടൊരു ബോക്സ് സ്ട്രൈക്കർ ആയിട്ടെല്ലാം നിൽക്കണം. ക്രൂഷ്യൽ ഗോൾസ് അത്യാവശ്യം റഫീനിയൻസ് സൈഡിൽ വന്നിട്ടുണ്ട്. സോ അതാണ് കൂടുതൽ ഹൈപ്പ്. റഫീന ക്ലിനിക്കലാണ്, അതാണ് റഫീനയുടെ ഒരു ഇത്. ഇപ്പോ കളി കാണുമ്പോൾ ഞാനും കാണുമ്പോൾ കുറെ ചാൻസസ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അതും പറഞ്ഞിരിക്കണ്ട. സെക്കൻഡ് ലെഗിലോട്ടുള്ള പ്രൊഡിക്ഷൻസ് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞ് ഓൾമോസ്റ്റ് 4 പേർക്കും അറിയാം ആരൊക്കെ കിടക്കൂലെന്ന്. എന്നാലും ലാസ്റ്റത്തെ 4ാമത്തെ കളിക്ക് എനിക്കൊന്ന് മാറ്റി പറഞ്ഞാൽ കൊള്ളാന്നുണ്ട്. റെയിൽ ജയിക്കട്ടെ, ഹലാ മഡ്രിഡ്. റെയിൽ ജയിക്കട്ടെ, ഹലാ മഡ്രിഡ്. കാരണം വേറെ മാറ്റങ്ങൾ ഉണ്ടാവാൻ പോസിബിലിറ്റി മാത്രമല്ല, അപ്പുറത്തെ ടീമിന്റെ ഇത് നോക്കിക്കഴിഞ്ഞാലും പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാലും ഇത്തവണ ഭയങ്കര പ്രഡിക്റ്റബിൾ ആയിട്ടുള്ളൊരു ഇതാണ് വന്നത്. പല ആൾക്കാർക്ക് ഉണ്ടായ കൺഫ്യൂഷൻ റെയിൽ ആർസണൽ മാത്രം ഉണ്ടായുള്ളൂ. ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയായിരുന്നു നിന്റെ ടീമേ കിടക്കുള്ളൂ എന്ന്. സുഖമില്ലാത്ത ചാമ്പ്യൻസ് ലീഗ്. അല്ലാതെ ഒരു സുഖമില്ല. അല്ല ഇപ്പൊ ഞാൻ നോക്കിയാൽ ഇപ്പൊ ഈ പറഞ്ഞ ക്രിസ്ത്യാനോയുടെ റെക്കോർഡും മെസ്സിയുടെ റെക്കോർഡും എല്ലാം പോവും. കാരണം ഇപ്പൊ ചാമ്പ്യൻസ് ലീഗിൽ മാച്ചസ് അധികമല്ലേ. പണ്ട് അവര് 10 മാച്ചിലും 11 മാച്ചിലും അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇവർക്ക് എത്ര മാച്ചാ കിട്ടണ. അതുകൊണ്ട് അപ്പോ പഴയൊരു സുഖമില്ല ചാമ്പ്യൻസ് ലീഗിന്. എന്തേലും ആകട്ടെ, നമുക്കിനി എല്ലാ ഇപ്പൊ ഈ പറഞ്ഞ 10 കൊല്ലം കപ്പടിച്ചില്ലെങ്കിൽ ആരും അടുത്തെത്താൻ അതിന്റെ പേണല്ലേ. റൊണാൾഡോ മെസ്സിനെയും പറഞ്ഞിട്ട് ഇപ്പൊ കപ്പിലേക്ക് പോയി. ആളെങ്ങാട് പോണെന്ന് ആൾക്കറിയില്ല. കഥ പറയുന്നത് നമ്മളെന്താ അപ്പൊ റൗണ്ട് ഓഫ് 8 ബ്രോ സെക്കൻഡിലേക്ക് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാം. റെയിലപ്പ് ഉണ്ടാവില്ല എന്നുള്ളത് അപ്പൊ കാണാം. വർഷങ്ങളൊക്കെ